അതെ സുമേഷേട്ടാ, എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളൊരു സൗകര്യം ഉണ്ടല്ലോ, ആ ഒരു സൗകര്യത്തിൽ കുട്ടിയുടെ കല്യാണം കഴിച്ചപ്പോ എന്താ കുഴപ്പം? അതല്ലേ നല്ലത്. അതെ അല്ലേ? അത് തന്നെ അല്ലേ? എന്റെ മൂത്ത മോളുടെ കല്യാണത്തിന് വലിയ പന്തലും ആളുകളെയൊക്കെ വിളിച്ചിട്ട് കല്യാണം അത് കാലേതാണ്. ഇപ്പൊ കാലം മാറി. നിങ്ങക്ക് അതിനും മാത്രം ആൾക്കാരൊക്കെ വന്ന് കൂടാണ്ട് ചിങ്ങ അങ്ങനത്തെ വല്ല VIP അങ്ങനൊക്കെ വരാണ്ട് ചിങ്ങ ഇപ്പൊ ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട് അത് വേണമെങ്കിൽ സത്യനോട് നമുക്ക് സംസാരിച്ചിട്ട് അവന്റെ പറമ്പില് ചെറിയൊരു പന്തൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ കൂടാം അല്ലേ? ഒരു പന്തലിട്ട് ആ ഒരു ഇതാ പറഞ്ഞത്. ഈ ഒരു കാലത്ത് നമ്മൾ അങ്ങനെയൊന്നും കാട്ടിക്കൊണ്ട കയ്യിൽ 5-10 പൈസ ഇല്ല, വെറുതെ അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോ? എന്നാലും അവളെ ആഗ്രഹം നിറവേറ്റണ്ടേ? വേണ്ട അത് ഇല്ലേ? വേണ്ട തന്നെ ഞാൻ പറഞ്ഞതേ, അത് വേണോ? വേണം മോനെ. അന്നാ പിന്നെ പന്തലിട്ട് കല്യാണം നടക്കട്ടെ തന്നെ അല്ലേ? അതെ, ഒരു ചെറിയ പന്തലിട്ട് നടത്താം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയും. നിങ്ങൾ ഞാൻ പറഞ്ഞതിനൊക്കെ അങ്ങനെ ഏറ്റു പറയാൻ നടന്നാലും എങ്ങനെയാണ്? പോയെങ്കിലും കുറച്ച് നിൽക്കറാ. അത് നേര്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞ അതിന്റെ കൂടെ നിൽക്കാച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിപ്പോ നമ്മളങ്ങോട്ടും കൂടെ മാറി പറഞ്ഞ മൂപ്പർക്ക് എന്താ തോന്നുക? മന്മഥം വരുന്നത്. ഈ സത്യനെ കണ്ടോ? അറിഞ്ഞില്ലേ? എന്തേ? സത്യനെ കൊണ്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എപ്പോ? അതെ, അയാൾക്ക് ഇന്നലെ രാത്രി സുഖമില്ലാണ്ടായി ആശുപത്രി കൊണ്ടുപോയി. ശരി, എന്റെ വാർത്താനം കേട്ട ആള് വയ്യത്തായി. എന്ത് പറഞ്ഞാലും ഉടനെ ഇല്ല രാജീവൻ പറയാനായിട്ട് ഇരിക്കണല്ല. മനുഷ്യമാകെ പേടിച്ചു പോയി. അതെ, ആശുപത്രിയില്ലെന്നാ പറയണത്. ഇപ്പൊ എന്തായുണ്ട്? ഈ സമയത്ത് പോയിട്ട് ഇപ്പൊ സ്ഥലത്തിന്റെ പന്തലിടേണ്ട കാര്യമൊന്നും പറയാൻ പറ്റില്ല. മൂപ്പര കുട്ടറ കല്യാണമാണല്ലോ, രണ്ടാമത്തെ. ഒരു 10-20 ആൾക്ക് കൂടാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പന്തല് കെട്ട ഒരു സൗകര്യം സത്യന്റെ പറമ്പിൽ തരുമെന്ന് ചോദിക്കാനാണ്. എന്തായാലും ഒരു 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യേ, അത് കഴിയുമ്പോ അറിയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു പന്തലിടേണ്ടി വരണമെങ്കിൽ പിന്നെ 16 കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം നടത്താലോ. എന്താ പറഞ്ഞത്? വലിയ അതാണ് എന്റെ വായലുള്ളത്. ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ടർത്ഥത്തിൽ തന്നെയാണ് എന്റെ വാർത്ത. എന്റെ ഈ എപ്പോഴും അതേ മന്മത ഇങ്ങനെയാണ് വർത്താനം പറയാ. എന്ത് ഇപ്പൊ ഞാൻ മരിച്ചാലും ഇതന്നല്ലേ ഇജ്ജ് പറയാ? അങ്ങനെ പറയൂ? നിങ്ങളെ പള്ളിയിലല്ലേ കൊണ്ടുപോകണം. ഒറ്റ അങ്ങോട്ട് സരിയാന്ന് വെച്ചാലേ ഞാന് എന്റെ കാര്യം ഒന്ന് തീരുമാനിക്കും മോനെ. നിങ്ങളെ കാര്യം തീരുമാനിക്കും, ഓന്റെ കാര്യം ഒന്ന് തീരുമാനിക്കട്ടെ. ഇപ്പൊ കുറച്ചുകൂടി പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? എനിക്ക് വയ്യ ഡോക്ടറെ. അല്ല, ബജ്ജെന്ന് പറഞ്ഞാല് തീരെ വയ്യ. നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. പിന്നെന്താ ചെയ്യാ? എന്താ ശരിക്കുള്ള കുഴപ്പം എന്താ? പറഞ്ഞെടുക്കും. ഡോക്ടറെ, തുമ്മലുണ്ട്. പിന്നെ ഈ TV കുറെ നേരം കണ്ടു കഴിയുമ്പോ ഒരു തലവേദന. പിന്നെ രാത്രി കഞ്ഞിക്ക് പുറമെ വേറെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഭയങ്കര വയറുവേദനയാ. തുമ്മലൊരു രോഗമൊന്നുമല്ല. തുമ്മല് രോഗമല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു തുമ്മലെടുത്ത് തുമ്മിക്കഴിഞ്ഞാ ഒരു 10-15 തുമ്മൽ അതിന്റെ കൂടെ തുമ്പും. അപ്പൊ കൊയ്യി പോവില്ലേ? പിന്നെ കിടക്കില്ലാതെ വേറെ മാറുന്നില്ല. അതിന്റെ ഉപ്പൊക്കെ ഉണ്ടാ തരാറ്. ഉപ്പ അങ്ങനെയാണ്. കുറെ തുമ്മൽ ഉമ്മ ആകെ ക്ഷീണ, ഭയങ്കര ക്ഷീണം വരും. ഇതിന്റെ കാരണം എന്താണെന്നറിയോ? പൊടിയാ. പൊടിയുണ്ടോ? ഈ റോട്ടിൽ നിന്നൊക്കെ വരുന്ന പൊടിയും ഇതൊക്കെ എന്തായാലും വീട്ടിൽ കാണും. ഞാൻ എപ്പോഴും പറയും ദിവസേന ഒന്ന് അടിച്ചു തുടച്ചിട്ടോ, അതാണ് നല്ലത്. ഇത് 2 ദിവസമോ 3 ദിവസമോ കൂടുമ്പോഴാണ് അവള് എന്തിനും മെനക്കിടുക. കണ്ടോ? പെണ്ണുങ്ങള് നന്നായിട്ട് ചുമക്കിണ്ട്. ഓളൊന്ന് നോക്കിയാലോ നമുക്ക്? വേണ്ടത് അത് ഇടയ്ക്കിടയ്ക്കുള്ളതിനെ അവിടെ അത്ര വലിയൊരു അസുഖമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വേറെ വിഷയങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ തൽക്കാലം ഒരു മരുന്ന് തരാം. ഇതിപ്പോ എങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? പനി വരില്ലുണ്ടോ മൂപ്പർക്ക്? പനിയൊന്നുമില്ല അല്ലേ? എന്നാ പിന്നെ വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. കൊറേയൊക്കെ നിങ്ങളെ തോന്നല, നിങ്ങളൊന്ന് ഉസാറായിട്ട് ഇരുന്നാ മതി. ഇപ്പത്തെ എല്ലാ രോഗത്തിന്റെയും കാരണം എങ്ങനെയാ. ഇപ്പൊ തൽക്കാലം ഞാനൊരു മരുന്ന് എഴുതി തരാം. അതൊന്ന്, എന്റെ പേരെന്തേനി? പേര് സത്യശീലൻ. സത്യശീലൻ. ഇത്ര പ്രായം എത്രയാണ്? 48. ഇത് കഴിച്ചു നോക്കി കേട്ടോ. ആ മരുന്ന് കഴിക്കുമ്പോ നല്ല ഉറക്കം വരും. പേടിക്കൊന്നും വേണ്ട. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ഒക്കെ ശരിയാവും. ശരി 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 ഡോക്ടർ. പോര്.
അതെ 200 300 ഫീസ്. ഏടോ ചെങ്ങായി മന്മതജ്ജൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഈ സുമേഷേട്ടന്റെ മോളുടെ കല്യാണത്തിന് ഏറി വന്ന 10-20 ആൾക്കാരുണ്ടാവും. അതിന് കൂടുതലുണ്ടാവില്ലല്ലോ. അത്ര വരൂ. ഈ സെഡ് ഒന്ന് നോക്കിയേ സത്യന്റെ ഈ കാർ സെഡ്. പക്ഷെ സത്യേട്ടന്റെ പരിപാടിക്ക് ഇത്രയും സ്ഥലം പോരല്ലോ. സത്യന് എന്താ പരിപാടി? 16-ന് മന്മത അതെ ഇതൊക്കെ അന്റെ ഈ ജാതി വർത്താനം ഉണ്ടല്ലോ. അന്നക്ക് അറിയണ കാരണം കുഴപ്പമില്ല. ഈ അന്റെ വർത്താനം എല്ലായിടത്തും ഉണ്ട്. എനിക്ക് ഈ സ്ഥലകാല ബോധമല്ല. എന്നാ സുമേഷേട്ടന്റെ പരിപാടി ഇവിടെ വെച്ച് നടത്തണ്ട. നിങ്ങളെ വീട്ടിൽ പന്തലിടുമ്പോ അങ്ങ് നടത്തിയാ പോരെ? എന്ത് പന്തല്? മറ്റേ മോന്റെ സുന്നത്ത് പരിപാടി അവിടെ നടത്തണമല്ലോ. ഈ അതല്ല ഉദ്ദേശിച്ചായി ആ പന്തലല്ല. ഇതാ പറഞ്ഞ എന്റെ നാക്ക് ശരിയല്ലെന്ന്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പടത്തൊന്നും പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ഇപ്പൊ മരി പറഞ്ഞിട്ടേ ദൂരെ നിന്ന് ആൾക്കാര് വരണതാണ് കേട്ടോ. മരുന്ന് മരുന്ന് മരുന്നെടുത്തില്ലേ? എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ഒന്നും പറയണ്ട. അതെ വയ്യാന്ന് പറഞ്ഞാ വയ്യ. നല്ല ക്ഷീണുണ്ട് കേട്ടോ. കണ്ടോ എന്റെ കയ്യൊക്കെ ഒന്ന് എന്താ റബ്ബേ അത്രക്ക് വയ്യാലേ? വയ്യാറ തീരെ വയ്യ. ശരി കേട്ടോ. എന്തപ്പോ സംഭവം? ഒരു തുമ്മലങ്ങട് വരും. ആ തുമ്മലങ്ങട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തുമ്മി 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 തുമ്മിയിട്ട് അതൊരു മാല പോലെ അങ്ങട് വരും. ആ വന്നു കഴിഞ്ഞാ പിന്നെ കമ്മലായി വളയായി കമ്മലും വളയും. എന്റെ മന്മത അതൊന്നും അല്ല. പിന്നെ മലന്നങ്ങട് കിടന്നാ മതി, ശ്വാസം കൂടിയും കിട്ടില്ല. എന്താണ്? അല്ല സത്യ അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞത് ഇത് കാര്യമായിട്ടുള്ള എന്തോ ഒരു അസുഖമാണ്. എന്തായാലും ഒരു പേര് പറഞ്ഞല്ലോ, ഭ്രാന്ത്. എന്താണ്? ഭ്രാന്താണെന്ന്, അല്ലാണ്ട് വേറൊരു അസുഖം. അല്ല ഈ വകളിയന്മാർ അതിനെ എങ്ങനെയാണ്? അല്ല എനക്ക് സത്യ എനിക്ക് കുറെ മുമ്പ് ഈ പെടലിക്ക് ഇങ്ങനെ ഒരു വേദന പോലെ ഒരു ഇതുണ്ടായിരുന്നു പറഞ്ഞില്ലേ, നീര്. അതിന് വന്നു. അത് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കന്നെ അത് പോയി. അതുകൊണ്ട് അങ്ങനെ എന്താണ് വെറുതെ കുറയ്ക്കാൻ അതിങ്ങനെ ഒരു വേദന അതിങ്ങനെ ഉണ്ടെന്ന് തോന്നിയതാ. അല്ല ഇതിപ്പോ അങ്ങനത്തെ ഒന്നല്ലല്ലോ. ഇതല്ല, ഇതിങ്ങോട്ട് തുമ്മിക്കഴിഞ്ഞാ പിന്നെ വേദന ഇങ്ങോട്ട് വരികയാണ്, കൊട്ട കണക്കിട്ട് വരുന്ന വരിക. അല്ലേ എന്താ നിനക്ക് ഇത് കാണിക്കൽ കണ്ടു കഴിഞ്ഞാലേ സൂക്കടേരം ഞാനും ക്ഷീണം മൊത്തം എടുക്കുക. നമുക്കൊരു കാര്യം ചെയ്യാലോ, ഒരു ചായ കുടിക്കാം. എന്ത് ഈ ഉച്ച നേരത്തെ ചായ കുടിക്കാ? എന്റെ പൊന്നളിയ, അവര് ഇത്ര നേരം ഇവിടെ കാത്തിരുന്നായിരുന്നല്ലേ, ഒരു കട്ടൻ ചായ കൂടി കൊടുക്കാൻ എങ്ങനെ പറഞ്ഞേക്കണത്? അല്ലാതെ ഒരു ചായ കുടിക്കണേന് ഇപ്പൊ എന്താ, ഒരു ചായ കുടിച്ചിട്ട് ഒരു കട്ടൻ മതി. എനിക്ക് പാൽച്ചായ ആയിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. പാല് കൂട്ടിയിട്ട് മധുരം കുറയ്ക്കണ്ട. ആ എനിക്കൊരു കാര്യം ചെയ്യ, ലേശം മധുരം കുറച്ചിട്ട് മതി. അളിയനാണോ? വേണ്ടേ? അളിയന് വേണ്ട കേട്ടോ. അപ്പൊ 3 മതി കേട്ടോ. ചെല്ലു ചെല്ലു, എടുത്തോ. മണ്ടേച്ചി എനിക്ക് ചായ ഒന്ന് ആറ്റിച്ചെടുക്കണേ. ആ അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നത്? വയ്യ. വയ്യ ശരിക്കും വയ്യട്ടാ. കാണുമ്പോ തന്നെ അറിയാം, നല്ല തളർച്ചയുണ്ട്, നല്ല വിളർച്ചയുണ്ട്. ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പോയിട്ട് അടിമുടി ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും. അത് നല്ലതാ, പക്ഷെ അതിന് അളിയൻ്റെ അടുത്ത് കാശില്ലാത്രേ. ഇപ്പൊ ഉണ്ടല്ലേ.
മണ്ടു എന്തേ തീരെ വയ്യേ? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. എടി അപ്പൊ സത്യനെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ നിനക്കും കൂടി ഒന്ന് കാണിക്കായിരുന്നില്ലേ? അതിന് മാത്രമൊന്നും ഇല്ല. മൂപ്പർക്ക് ഒരു തുമ്മല് വന്നപ്പോഴേക്ക് ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയില്ലേ? നീ ഇപ്പൊ എത്ര ദിവസമായിട്ട് ഈ വയ്യാണ്ടിരിക്കണു? നിന്നൊന്ന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തോന്നി അയാൾക്ക്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ഏട്ടന് വയ്യാത്തോണ്ടല്ലേ? ആ നിന്നെ പോലുള്ളവർ ഇങ്ങനെ എഴുതരം കൊടുത്തടി, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ആണുങ്ങൾക്ക് മൂക്കിന്റെ തുമ്പത്തൊരു പനി വന്നാൽ മതി, അപ്പൊ പോവും ഹോസ്പിറ്റലിലേക്ക്. പെണ്ണുങ്ങൾ ഇങ്ങനെ വയ്യാണ്ട് എത്ര ദിവസം കിടന്നാലും അടുക്കളയിൽ നിറങ്ങ അതന്നെ അല്ലേ? ചേട്ടൻ ചുമ്മാ വഴക്കുണ്ടാകാതെ പോയോ? കൊണ്ടാ ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കിക്കോളാം. പോയി ചെല്ല് ചെല്ല്. എന്താ മണ്ടു? ഞാൻ തുമ്മി. എന്താ ഏട്ടാ? ഞാൻ തുമ്മീന്ന്. ഇത് പറയാനാണ് എന്നെ ഇപ്പൊ വിളിച്ചേ? കിടക്കാൻ സമ്മതിക്കൂല. നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഞാൻ തുമ്മീന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നുമില്ലല്ലോ. ഒരു ഞെട്ടല്ലെങ്കിലും തോന്നുന്നുണ്ടാവില്ലേ? കണ്ടാ സത്യേട്ടോ സത്യേട്ടോ, അതാരാ? എന്ത് ആരാ? പ്യാരിയാണ് യൂത്ത് വിങ്ങില. വ്യാരിയാണ് വ്യാരി. പോയിന്നോ? നമ്മള് വന്ന എന്തൊരു പരിപാടിയില്ലേ? ചാലഞ്ച് എന്ത് ചാലഞ്ച്? ബിരിയാണി ചലഞ്ച്. അന്നാ ശരിക്കും സംഭവം. ഇപ്പൊ എല്ലാരും ഉണ്ടോ പരിപാടി? ഇതെനിക്ക് മീറ്റിംഗിൽ ഇരുന്ന് ചോദിച്ചോളൂ. ഉമ്മറത്ത് വന്ന് നിന്നിട്ടാണ് സംശയം ചോദിക്കണം. മിണ്ടായിരിക്കും. അയ്യോ അവതൊന്നും പറയരുതട്ടോ. ആ ആ ആ എന്താ വ്യാരി? സത്യേട്ടാ, ഞങ്ങളെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. എന്താണ്? നമ്മളൊരു ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. എന്ത് ബിരിയാണി ചലഞ്ച്? സാന്ത്വന പ്രവർത്തനം. അത് ശരിയാ. ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടേ നമ്മള് മറ്റേ ആ റേഷൻ കടയുടെ സൈഡിലുള്ള ഹോളില്ലേ, അവിടെ ഇട്ട് കുറെ ബിരിയാണി വെക്കും. എന്നിട്ട് ഈ അയൽവക്കത്തെ വീടുകളിലൊക്കെ പൊതിഞ്ഞുകൊണ്ടെന്ന് കൊടുക്കും നാളെ ഉച്ചക്ക്. ആ അന്ന് നാളെ മേടിക്കാട്ടാ. സത്യേട്ടൻ ബുക്ക് ചെയ്താൽ മതി. എത്രണമെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന് തരും. അത് വേണ്ട. അയ്യോ, ഇത് ലാഭ പരിപാടിക്ക് ചെയ്യണല്ല. ഇതിന് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ നിർധനരായ രോഗികൾക്ക് മരുന്നും ഭക്ഷണവും. ഇപ്പൊ ബിരിയാണി കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് തീരെ സുഖമില്ല. ആൾക്ക് വയ്യ. അതെന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മറ്റേ നെയ്യൊക്കെ ഉണ്ടാവും അതിനകത്ത്. അയ്യോ, വയറൊക്കെ ഭയങ്കര പ്രശ്നം. ഇല്ലല്ല, അങ്ങനത്തെ ബിരിയാണി അല്ല ഇത്. ഇത് നല്ല പ്യുവറായിട്ട് ഒരുപാട് വില കൂടിയ ബസ്മതി അരി വെച്ചിട്ടാ വെക്കണത്. റേഷൻ കടയുടെ ഇപ്പുറത്തിട്ടാ വെക്കണത്. ഉണ്ടായിരിക്കട പോർക്കെ. നമുക്ക് വാങ്ങാം. എന്ത്? നാളെ ഉച്ചക്ക് എനിക്ക് നാളെങ്കിലും റെസ്റ്റ് എടുക്കാലോ. അതെ 3 എഴുതാം അല്ലേ? അപ്പൊ ബിരിയാണി ഇപ്പൊ ഇവിടെ വേണ്ട, എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഓഹോ, അപ്പൊ അതിലേക്ക് എന്തെങ്കിലും സംഭാവന ഉണങ്ങാൻ തരാന്ന്. എന്നാ എഴുതിക്കോ. അതെന്താ എഴുതിക്കോ. 500 എഴുതട്ടെ? 500 അത് അളിയനോട് ചോദിക്കണം. അല്ലെങ്കിൽ പുറത്തു പോയത് അളിയപ്പോട് വരും. ആണോ? എന്നാ എടുത്ത് പൈസ എടുത്തോ. ഇല്ല, അത് അളിയൻ വരട്ടെ. അളിയൻ വരട്ടെ, ചോദിച്ചിട്ട് എഴുതാം. 4 ബിരിയാണി ആയിക്കോട്ടെ, 4 മുട്ട ഫ്രീ കൊടുക്കാം. ചോദിച്ചു നോക്കൂ. എന്താണ്? അല്ല, 4 ബിരിയാണി ഓർഡർ ചെയ്യണവർക്ക് 4 പുഴുങ്ങിയ മുട്ട ഫ്രീ എന്താ? അത് കുഴപ്പമില്ല, ആകെ നിങ്ങളുടെ അടുത്തോളൂ. അത് വേണ്ടേ? ഒന്നും വേണ്ടേ? ഒന്ന് വേണ്ടാന്ന്, കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ല, അത് അങ്ങനെയാണ് സത്യേട്ടൻ നമ്മള് പറയുന്നത് വെച്ചാലേ പൈസ എന്തായാലും തരാം. നമ്മള് ഇവിടെ കൊണ്ട് കഴിക്കാൻ സത്യേട്ടന്റെ നമ്മൾ വിരുന്നിന് വിളിച്ചാ പോരെ. നടക്കൂല ഇവിടെ. അത് വേണ്ട. ചേച്ചിക്കോ പറ്റൂല. എന്നാ ശരി. പിന്നിങ്ങനെ മുടി മുറിക്കാലെന്ന് വിചാരിച്ചു. ബിരിയാണി വേണമെങ്കിൽ നല്ലത് മേടിച്ചു തന്നോടെ.
അവന്റെ കണ്ടറിനോടെ വെറും തട്ടിപ്പായിട്ട് നടക്കുന്ന വർക്കുകളാണെന്നുള്ളത്. എന്നിട്ട് അത് ബിരിയാണി വാങ്ങാന്ന് നിനക്ക് എന്തിന്റെ കേടാണ്? അത് വാങ്ങിയായിരുന്നെങ്കിൽ എനിക്ക് നാളെ റെസ്റ്റ് എടുക്കാല്ലായിരുന്നു ഓർത്തിട്ട്. പൊന്നു കുഞ്ഞെ, നീ കഞ്ഞി വെച്ച് കഴിഞ്ഞാ പിന്നെ നിനക്ക് റെസ്റ്റ് തന്നെയല്ലേ അല്ലേ? അത് കഴിയുമ്പോ പിന്നെ ചായയായി, പിന്നെ ഗോതമ്പ് ദോശയായി, ചപ്പാത്തിയായി. പിന്നെ അതൊക്കെ ഉണ്ടാക്കണ്ടേ മണ്ടു വീടാകുമ്പോ? നിനക്കിപ്പോ വന്ന് ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇവരും പറഞ്ഞ അപ്പൊ വെറുതെ പറയും. അതെ, ഒരു ഗ്ലാസ് കട്ടൻ വെച്ചേ. അല്ല മങ്ങളോ, ഇപ്പൊ ഈ സൈക്കിൾ എടുത്ത് നന്നായിട്ടോ. പെട്രോൾ അടിക്കണ്ടല്ലോ. അതൊക്കെ ഞാൻ എല്ലാം മുൻകൂട്ടി കോയക്ക എന്താ പരിപാടി? കോയക്ക ഞങ്ങളൊരു പ്രോഗ്രാമായിട്ട് ഇറങ്ങിയാണ്, ബിരിയാണി ചലഞ്ച്. ഞങ്ങൾ ഇതുപോലെ തന്നെ ഓണത്തിനൊരു പാൽപായസത്തിന്റെ ചലഞ്ച് നടത്തിയില്ലേ? ഞങ്ങള് പാൽപായസ ചലഞ്ച് നടത്തി. എന്നിട്ട് നിങ്ങൾ ആർക്കെങ്കിലും പായസം കൊടുത്താ? അതെന്ന് പറഞ്ഞാല് മറ്റേ അന്ന് കാറ്റും മഴയും വന്നല്ല, അപ്പൊ ഉരുളി മറിഞ്ഞു പോയി. അപ്പൊ കുറച്ച് പായസം കിട്ടി, അത് കുറെ പേർക്ക് കൊടുത്ത്. എല്ലായിടത്തും അങ്ങോട്ട് എത്തിയില്ലെന്നുള്ളൂ. ആർക്കാ കൊടുത്ത് നിങ്ങള്? മറ്റേ സുമേഷേറിന്റെ വീട്ടിൽ കൊടുത്ത്, മാമന്റെ വീട്ടില്, പിന്നെ ദിലീപിന് കൊടുത്ത്, നിന്റെ അനിയന്. നിങ്ങൾക്ക് കുടുംബക്കാർക്ക് കുറച്ച് പായസം വെച്ച് പങ്കുവെച്ചായിരുന്നില്ല? എന്തിനാ കരയാണ് കൈ പിടിച്ച്? ഇതൊരു സാംസ്കാരിക പരിപാടിയല്ലേ? എന്ത് കുടുംബക്കാർക്ക് പായസം കൊടുക്കണതോ? ഫോട്ടോ നിങ്ങൾ എന്നിട്ട് ആ കുട്ടിക്ക് വല്ല സഹായം ചെയ്താ? ആ വയ്യാത്ത കുട്ടിക്കാന്ന് പറഞ്ഞല്ലേ പിരിച്ച്? എന്റെ ഞങ്ങളിങ്ങനെ ചെറുപ്പക്കാരെ നിങ്ങളിങ്ങനെ അവഹേളിക്കരുത്. നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ലേ ഈ വാക്ക് നടക്കണം. സത്യത്തിൽ നിനക്ക് എന്താടാ പണി? സത്യത്തിൽ നിനക്ക് എന്താ പണി? എന്താ നിങ്ങൾക്ക് പണി? PSC എന്താ പണി? ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി പണിക്ക് ഇതുവരെ ഒന്നുമില്ല. ഇല്ല, ഇപ്പൊ നമ്മൾ ആളുകളെ സഹായിക്കാൻ നടക്കണോണ്ട് ഇങ്ങനത്തെ ആകുമ്പോ അങ്ങനെ ജീവിച്ചു പോവും ചെയ്യാലോ. എന്തിനാണ്ടാ ജാതി പണിക്കയുടെ ഉന്നേ? വല്ല പണിക്കും പോയി കൂടെ നിങ്ങൾക്ക് ഈ നാട്ടുകാരനെ ഇങ്ങനെ പിരിച്ചിങ്ങനെ. നാടിന്റെ സാംസ്കാരിക പൈതൃകം ആര് കാത്തു സൂക്ഷിക്കണം? പടച്ച റബ്ബേ, സാംസ്കാരിക പൈതൃകത്തിന്റെ ആളുടെ കുപ്പായി നോക്കി നോക്ക്. നിങ്ങൾക്ക് ഈ ഷർട്ടിങ്ങിന് മാറ്റിക്കൂടെ? പൂമ്പാറ്റകളെങ്കിലും പറ്റിക്കാണ്ടിരിക്കുന്നത്. എന്താ പൂവാ വിചാരിച്ചിട്ട് അവറ്റ വന്നിരിക്കും മേത്ത്. പിന്നെ നിങ്ങളോട് രണ്ടാളും കൂടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാണ്. ഇതിന്റെ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ കൂട്ടിക്കോളെ. ഈ പരിസരത്ത് എവിടെന്നെങ്കിലും നിങ്ങൾ കായ് മേടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാല് രണ്ടെണ്ണം ബാക്കി ഉണ്ടാവില്ല കേട്ടോ. ഇത് എന്താ മുൻമായിട്ട് പോയി എന്ത് പറഞ്ഞാലും വട്ടം വെക്കണത്? ഇതേ കോയക്കന്റെ മാത്രം തീരുമാനമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരുടെയും തീരുമാനമാണ്. അതുകൊണ്ട് രണ്ടും നിങ്ങൾക്ക് ഇറങ്ങാൻ പോയിണ്ട. ആളുകളെ പറ്റിക്കാൻ ഇറങ്ങി ചാലഞ്ച് മാറ്റി പിടിക്കേണ്ടി വരുവാ. പിന്നെ നമുക്ക് ഈ പരിസരത്ത് നിന്ന് ഇവിടെ ആളുകൾക്ക് കാര്യം മനസ്സിലായിരുന്നതാ തോന്നണത്. അപ്പൊ എന്ത് ചെയ്യല്? പഴയ പണിക്കോനക്കാവൂല. ഇല്ല, വേറെന്തെങ്കിലും ഐഡിയ? വേറെന്തെങ്കിലും പറ. ബാധയാണെങ്കിൽ ഒന്നും ചെയ്യാതെ ആളുകൾ നമുക്കൊരു മീറ്റിംഗ് കൂടാം.